അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ ജീവിതം ഒരുപാട് ചോദ്യങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ചെറിയ സന്തോഷം കിട്ടുമ്പോൾ തോന്നും ഇത് എത്ര നേരമാണ് നിലനിൽക്കുക എന്നുള്ളത്. മനസ്സിന് വല്ലാത്തൊരു ഭയമായിരിക്കും, പഠിച്ചോനെ ഈ ഒരു സന്തോഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വല്ല അനർത്ഥവും സംഭവിക്കുമോ എന്നുള്ളത്. ചിലപ്പോൾ ദുഃഖം വന്നാൽ അതൊരിക്കലും ഇഞ്ഞ വിട്ടു പോകൂല എന്നും തോന്നും. ഓരോ വീടുകളിലും ആരും പറയാത്ത ചില കഥകളുണ്ട്. ഒരു ഉമ്മാൻ്റെ പ്രാർത്ഥനയിൽ മറഞ്ഞിരിക്കുന്ന ആശങ്ക, ഒരുപ്പാൻ്റെ മൗനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കടമ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ത്യാഗങ്ങൾ, ഇവയൊക്കെ ജീവിതത്തിൻ്റെ സത്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കറിയില്ലേ, നമ്മളൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളല്ലേ. എന്നാൽ ഈ ജീവിതത്തിൽ നമ്മളെ നയിക്കാൻ ചില മഹത്തായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ട്. അവയിൽ ഏറ്റവും ആഴത്തിലുള്ളതും മനസ്സിനെ സ്പർശിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഇൻഷാ അള്ളാ. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ചരിത്രം മാത്രമായിരിക്കില്ല. ചരിത്രത്തിലെ ഈ ഒരു ദിഖറിൻ്റെയും ഈ ഒരു മഹാനായിട്ടുള്ള പ്രവാചകൻ്റെയും ഈ ഒരു ചരിത്രം ജീവിതത്തെ മാറ്റാൻ കഴിവുള്ളതും ഈ ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികൾക്ക് മുമ്പിലും വിജയിക്കാനുള്ളൊരു വഴി കൂടിയാണ് സുലൈമാൻ നബിയുടേത്. ദാവൂദ് നബിയുടെ മകനായിട്ട് ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനവും വിവേകവും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേല്ലേ. അതിനെ പോലെ തന്നെ ഈ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കപ്പെടുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കൂടെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അള്ളാഹു അദ്ദേഹത്തിന് ഒരു അമൂല്യമായിട്ടുള്ള അതുല്യമായിട്ടുള്ള രാജ്യം നൽകി. അത് വെറും ഒരു ഭൂമിയിലെ അധികാരം മാത്രമായിരുന്നില്ല അവർക്ക്. മനുഷ്യരെ മാത്രമല്ല, ജിന്നുകളെയും പക്ഷികളെയും കാറ്റിനെ പോലും മഹാനവറുകൾക്ക് കീഴ്പ്പെടുത്തിയിരുന്നു. ഇതൊരു കെട്ടുകഥയല്ല, ഖുറാനിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സത്യമാണ്. ഒരിക്കൽ ഒരു ചെറിയ ഉറുമ്പ് തൻ്റെ കൂട്ടുകാരോട് പറയുന്ന കേട്ടു, നിങ്ങൾ നിങ്ങളുടെ കുടിലുകളിൽ കയറി പോകൂ, സുലൈമാനും അവൻ്റെ സൈന്യവും നിങ്ങളെ അറിയാതെ ചവിട്ടി കളയാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറിയ ശബ്ദം പോലും മഹാനവറുകൾ കേട്ടു. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പുഞ്ചിരി വന്നു. എൻ്റെ രക്ഷിതാവേ, എൻ്റെ പടച്ചോനെ, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ എന്നെ സഹായിക്കണേ എന്ന് അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ അടയാളാണ്. അതേസമയം തന്നെ പക്ഷികളുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധവും അതിശയകരമായിട്ടുള്ളതായിരുന്നു. ഹുദ്ഹുദ് എന്ന പക്ഷി ഒരു ദിവസം കാണാതായപ്പോൾ മഹാനവറുകൾ അതിനെക്കുറിച്ച് ചോദിച്ചു. പിന്നീട് ആ പക്ഷി ഒരു വലിയ വാർത്ത കൊണ്ടുവന്ന് സബാ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ രാജ്ഞിയായ ബൽക്കീസ് രാജ്ഞിയെക്കുറിച്ചും ആ വാർത്തയുടെ ഒരു ജനത സത്യത്തിലേക്ക് വിളിക്കുന്ന ദൗത്യം ആരംഭിച്ചു. ജിന്നുകൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ കൊട്ടാരങ്ങൾ പണിതു. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അമൂല്യകരമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു. എന്നാൽ അവരിൽ ചിലർ അനുസരണയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം കർശനമായിട്ട് തന്നെ നിയന്ത്രിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച മഹത്തായിട്ടുള്ള ശക്തികൾ തന്നെയായിരുന്നു. പക്ഷേ ഈ ശക്തികളൊക്കെ അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയല്ല ചെയ്തത്, മറിച്ച് കൂടുതൽ വിനയമുള്ളവനാക്കുകയാണ് ചെയ്തത്. കാറ്റ് പോലും അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചിരുന്നു. ഒരു മാസത്തെ യാത്ര ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന അത്ഭുതം. എന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മഹാനവറുകൾ ഒരിക്കലും ലോകസുഖങ്ങളിൽ മുങ്ങിയില്ല. ഒരിക്കലും തൻ്റെ കുതിരകളെ നോക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണ വിട്ടുപോയതിൽ അദ്ദേഹം ഖേദിച്ചു. അത് നമ്മളെ പഠിപ്പിക്കുന്നത് ലോക കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ആത്മീയത നഷ്ടപ്പെടാനുള്ള സാധ്യതകളെയാണ്. സുലൈമാൻ നബിയുടെ ജീവിതം ശക്തിയുടെയും സഹനത്തിൻ്റെയും സമന്വയമാണ്. ജിന്നുകളെ നിയന്ത്രിക്കുന്നത് എളുപ്പമല്ല, പക്ഷേ അദ്ദേഹം നീതിയോടെ അവരെ കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അന്യായം ഉണ്ടായിരുന്നില്ല. ഓരോ വിധിയും അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും അള്ളാഹുവിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അദ്ദേഹത്തെ വഴിതെറ്റിക്കാതെ പോയത്. ഈ ചരിത്രം നമ്മളോട് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു സത്യമാണ്. ജീവിതത്തിൽ എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അവയെല്ലാം ഒരു പരീക്ഷണങ്ങളാണ്. നന്ദിയുള്ളവനാകുമോ അഹങ്കാരിയാകുമോ എന്നതാണ് യഥാർത്ഥ പരീക്ഷണം. ഇത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും അതേപോലെ തന്നെ ഒരു പരീക്ഷണമാണ്. സഹനത്തോടെ അത് നേരിടുമ്പോൾ അതിന് പിന്നാലെ അനുഗ്രഹങ്ങളും വരും. സുലൈമാൻ നബിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ ജീവികളോട് കരുണ കാണിക്കണം. വലിയ ശക്തി കിട്ടുമ്പോൾ വിനയം കൈവിടരുത്. പ്രശ്നങ്ങൾ വന്ന വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന ഇതും നമ്മളെ വഴികാട്ടിയാക്കുന്നു. നിങ്ങൾക്കറിയോ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻ അംത അലയ്യ വ അലാ വാലിദയ്യ വ അൻ അഅമല സ്വാലിഹൻ തർള.
ഈ ദുആ നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മാറ്റം അനുഭവിക്കും, ജീവിതം കുറച്ചുകൂടെ സമാധാനത്തിലേക്ക് മാറും. അവസാനമായിട്ടൊരു കാര്യം പറയാണ്, ഈ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൽ വിശ്വാസം വെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ള കാര്യം പോലും നമുക്ക് സാധ്യമായിട്ട് കിട്ടും. നമ്മുടെ ജീവിതം ഒരു ദിവസം പ്രകാശത്തോടെ നിറയും. പടച്ച തമ്പുരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം മതി നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 5 പൈസ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവനക്ക് അഹങ്കാരം കൂടിയിട്ട് താൻ കടന്നു വന്ന വഴികൾ, താൻ മുമ്പ് എങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത്, എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് പോലും മറന്നു പോകുന്ന അവസ്ഥയിൽ എത്തുന്ന തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളത് എത്രയോ ആളുകൾ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ശരിയല്ലേ? ചിലതൊക്കെ അവരുടെ ഈ മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകുമ്പോൾ റബ്ബേ ഇത് നിലനിർത്തി കൊടുക്കണേ, ഇതവർക്കൊരു തിരിച്ചറിയാകരുതേ, അവരെ ഇപ്പം നിങ്ങളിങ്ങനെ ഉയർത്തിയത് മുകളിൽ കൊണ്ടുപോയി താഴെ ഇടാൻ പറ്റുന്ന രീതിയിലാക്കരുതേ എന്നും പലപ്പോഴും പല ആളുകളുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത്രയൊക്കെ മഹാനവറുകൾക്ക് കഴിവുണ്ടായിട്ടും മഹാനവറുകൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ അഹങ്കാരിയായിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു നന്ദികേട് കാണിച്ചിട്ടില്ല, മറ്റുള്ളവരോട് വിനയമില്ലാതെ സംസാരിച്ചിട്ടില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി വെക്കുക. ഒപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ദുആ ഉണ്ടല്ലോ, റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വ അലാ വാലിദയ്യ വ അൻ അഅമല സ്വാലിഹൻ തർള. ഈ മഹത്തായിട്ടുള്ള ദുആ നമ്മൾ മുറുകെ പിടിക്കുക. ജീവിതത്തിൽ ഒരു 11 തവണ ഡെയിലി നമ്മൾ ഈ ഒരു മഹത്തായിട്ടുള്ള ദുആയെ ചൊല്ലി വരിക കൂടെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള വെളിച്ചം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്റിനെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.